വീണ്ടും ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കി ഉന്നത പാക് സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്ത്. എങ്ങനെ ഏത് സമയം വേണമെങ്കിലും ഒരു കയ്യബദ്ധം സംഭവിക്കാം എന്നാണ് ഭീഷണി. ഇന്ത്യക്കെതിരെ ഇതുവരെ ആണവായുധം പരീക്ഷിച്ചിട്ടില്ല, എന്നാൽ ഇനി ഭാവിയിൽ അതുണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പാക് സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇവിടെ ചിലവാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. എന്നാൽ ഇന്ത്യയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ എത്ര കുരച്ചിട്ടും കാര്യമില്ല, ഇന്ത്യയുടെ പക്കലുള്ള മിസൈലുകൾ നിങ്ങളോട് സംസാരിക്കും. അസീം മുനീറിനെയും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ പോലെ വീമ്പിളക്കാൻ നിന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നും ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കരുതിയിരുന്നില്ല എങ്കിൽ ആ രാജ്യം തന്നെ ഭസ്മമാകും. അതിനുശേഷിയുള്ള ഉഗ്രശക്തിയുള്ള വീര്യമുള്ള മിസൈലുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളതും. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ സാഹിർ ഷംസാദ് മിർസ ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കുറി അത് സംഭവിച്ചില്ല, പക്ഷേ ഏതു സമയം വേണമെങ്കിലും കണക്കുകൂട്ടലുകളിൽ തന്ത്രപരമായ പിഴവ് സംഭവിക്കാം. കാരണം പ്രതിസന്ധി തുടരുമ്പോൾ പ്രതികരിക്കണം വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല. ആണവായുധം എന്ന ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും ഇന്ത്യയെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നടത്തുമെന്നും മോദി വ്യക്തമാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യായവും നീതിയും നടപ്പാക്കലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരവാദികളെ തുടച്ചു നീക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ സൈന്യത്തിന് നൽകി. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞാൽ അതിൻ്റെ ഭാവി ഭവിഷ്യത്ത് എന്താകുമെന്ന് ഓരോ ഭീകരവാദികൾക്കും ഭീകരവാദ സംഘടനകൾക്കും മനസ്സിലായി കാണുമെന്നും അതുപോലെ തിരിച്ചടിയിൽ 100ഓളം ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. ഇന്ത്യ അത്തരം ഒരു തിരിച്ചടി നൽകുമെന്ന് ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല. ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് അവരുടെ ധൈര്യം കൂടിയാണ് തകർത്ത് കളഞ്ഞതും. ഭവൽപൂർ, മുർക്കെ തുടങ്ങിയ തീവ്രവാദ കേന്ദ്രങ്ങൾ ആഗോള ഭീകരതയുടെ സർവകലാശാലകളായിരുന്നു. ഇന്ത്യയിലെ വലിയ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കേന്ദ്രങ്ങളെന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ നമ്മുടെ മണ്ണിൽ പതിക്കും മുൻപേ തന്നെ ഇന്ത്യൻ സൈന്യം അത് തകർത്തു കളഞ്ഞു. ലോകം മുഴുവൻ ഇത് കണ്ടതാണ് എന്നും പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇന്ത്യയുടെ ഡ്രോൺ പതിച്ചുവെന്നും അവരുടെ വ്യോമതാവളങ്ങൾ നമ്മൾ ആക്രമിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇനിയും ആണവ ഭീഷണിയുമായി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നും ഇന്ത്യ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയതും. ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾക്ക് ഞങ്ങളുടേതായ ഭാഷയിൽ അതിശക്തമായ തിരിച്ചടി നൽകിയിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യക്ക് എന്ത് കഴിയുമെന്നും നമ്മുടെ ക്ഷമ എത്രത്തോളമാണ് എന്നും ലോകം കണ്ടതാണ്. സായുധ സേനകളും സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസിയെയും ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി എന്നും പിന്നീട് പ്രശ്നപരിഹാരത്തിന് നെട്ടോട്ടം ഓടുകയായിരുന്നു അവർ. ലോകരാജ്യങ്ങളോട് മുഴുവൻ അവർ അഭ്യർത്ഥിച്ചു. പാകിസ്ഥാനാണ് നമ്മുടെ DGOയെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത്. ആ സമയത്തിനുള്ളിൽ തന്നെ നിരവധി ഭീകരവാദികളെ നമ്മൾ ഇല്ലായ്മ ചെയ്തതായും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.